നമസ്കാരം ഫ്രണ്ട്സ്. ഇന്നത്തെ വൃക്ഷപരിചയം വീഡിയോയിൽ നമ്മളിവിടെ കാണുന്ന ഈ മരം ചിലർക്കെങ്കിലും പേര് മാറിപ്പോകാനുള്ളൊരു മരമാണ്. വടവൃക്ഷം എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ? അത് തന്നെയാണ് ഈ സംഭവം. സംശയിക്കേണ്ട, പേരാല് തന്നെ. എറണാകുളം ശിവക്ഷേത്ര ചുറ്റുമതിൽക്കകത്ത് സ്ഥിതി ചെയ്യുന്ന പേരാൽ മരമാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ വേഗത്തിൽ വളർച്ചയെത്തുന്ന പേരാൽ അതിന്റെ ആകാരം കൊണ്ട് നമ്മളിൽ ഒരു ഭയം സൃഷ്ടിക്കുമെന്ന് പറയുമ്പോൾ അത് കേവലം ഒരു അതിശയോക്തിയൊന്നുമല്ല, സത്യം തന്നെയാണ്. മൊറേസി എന്ന സസ്യകുടുംബത്തിൽപ്പെടുന്ന പേരാലിനെ ഭാരതീയർ പുണ്യവൃക്ഷമായി കണക്കാക്കുന്നു. പടർന്നു പന്തലിച്ച് വിസ്തൃതമായി ശാഖോപശാഖകളുമായി വളരുന്നതിനാൽ ഇതിനെ പെരിയ ആൽ എന്ന അർത്ഥത്തിലാണ് പേരാൽ എന്ന് വിളിക്കപ്പെടുന്നത്. യക്ഷഗന്ധർവന്മാരുടെ ആവാസ കേന്ദ്രമായി ഈ മരത്തെ കരുതി പോരുന്നതും അതൊരു വിശ്വാസമാണ്. അതിനാൽ ഇതിന്റെ ചുവട്ടിൽ വെച്ചുള്ള പിതൃശ്രാദ്ധം പുണ്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീരാമൻ പിതാവിന്റെ ശ്രാദ്ധം നടത്തിയത് പ്രയാഗിലുള്ള പേരാലിന്റെ ചുവട്ടിൽ വെച്ചാണത്രേ. രാമായണത്തിലും മനുസ്മൃതിയിലും ഒക്കെ പേരാലിനെ കുറിച്ച് പരാമർശവുമുണ്ട്. ഛാന്തോഗ്യോപനിഷത്തില് ഉദ്ദാലക മഹർഷി സ്വന്തം പുത്രനായ ശ്വേതകേതുവിന്റെ സംശയവൃത്തിക്ക് കാരണമായി പറയുന്നത് ഈ തരുരാജന്റെ വിത്തിനെ ആധാരമാക്കിയിട്ടുള്ള കഥയാണ്. വീടിന്റെ കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന പേരാല് ശുഭലക്ഷണമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ജലദൗർലഭ്യം ഉണ്ടാകാതിരിക്കാനായിട്ട് ജലാശയങ്ങളുടെ കരയിൽ പേരാൽ നടണമെന്ന് ബൃഹത് സംഹിതയില് വരാഹ മിഹിരാചാര്യൻ പറയുന്നുമുണ്ട്. പണ്ട് കാലത്തൊക്കെ ചില ഗോത്രങ്ങളുടെ ചടങ്ങുകൾക്ക് പേരാൽ ഒരു അവശ്യ ഘടകം കൂടിയായിരുന്നു. ഇന്നും പേരാലിന്റെ കമ്പുകൾ കൊണ്ട് ആചാരക്രിയകളൊക്കെ നടത്തുന്നവർ നമ്മുടെ രാജ്യത്ത് ഏറെയുണ്ട് എന്നാണ് പറയുന്നത്. അത്രയേറെ പ്രാധാന്യം ഈ ഒരു മരത്തിന് ഭാരതീയർ നൽകിയിട്ടുണ്ടെന്ന് സാരം. പുരാണത്തിലൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള മേരു പർവ്വതത്തില് ഈ പേരാല് ധാരാളമായിട്ട് വളർന്നിരുന്നു. ഇന്ത്യ കൂടാതെ ശ്രീലങ്ക, പാകിസ്ഥാൻ, മയൻമാർ എന്നിവിടങ്ങളിലും പേരാല് ധാരാളമായിട്ട് വളരുന്നുണ്ട്. ഇന്ത്യയിലെ ഇലപൊഴിയും ഈർപ്പവനങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലും ഈ വൃക്ഷം ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. മഴക്കാടുകളിൽ ഇത് കാര്യമായിട്ട് വളരുന്നില്ല എന്നുള്ളതാണ് ഒരു അറിവ്. പേരാലിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്ന അതിന്റെ താങ്ങുവേരുകളാണ്. 30 മീറ്ററിലധികം ഉയരത്തിൽ വളരുന്ന തിരശ്ചീന ശാഖകളിൽ നിന്ന് മണ്ണിലേക്ക് വളർന്നിറങ്ങി ശാഖകൾക്ക് അധിക താങ്ങ് നൽകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഇത്തരം താങ്ങുവേരുകളുടെ പ്രത്യേകത. വേരുകൾക്ക് പുറമെ താങ്ങുവേരുകൾ ഉള്ളതിനാൽ സംസ്കൃതത്തിൽ ഇതിന് ബഹുപാത വട എന്ന പേരുകളും ഇതിന് ഈ ഒരു വൃക്ഷത്തിനുണ്ട്. താങ്ങുവേരുകളിലെ തടിക്കും കാതലുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല ബലവും ഉറപ്പുള്ളതാണ്. നല്ല വേഗത്തിൽ വളർന്ന് പന്തലിക്കുന്ന തരത്തിലാണ് ഇതിന്റെ ഒരു സ്വഭാവ സവിശേഷതകൾ എടുത്ത് പറയാനായിട്ടുള്ളത്. നമ്മൾ ആദ്യം കണ്ടത് എറണാകുളത്തപ്പന്റെ മണ്ണിൽ നിൽക്കുന്ന പേരാൽമരമാണ്. ഇപ്പോൾ കാണുന്നത് പെരുമ്പാവൂർ വെസ്റ്റ് വെങ്ങോല മുടപ്ലാപ്പിള്ളി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ നിൽക്കുന്ന ഒരു പേരാൽമരത്തിന്റെ വൃക്ഷമാണ് കേട്ടോ. ലോകത്തില് ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പേരാൽ നിൽക്കുന്നത് കൊൽക്കത്തയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. 230 വർഷത്തിലധികം പ്രായമുണ്ടെന്നാണ് പറയുന്നത്. 2000-ഓളം താങ്ങുവേരുള്ള ഇതിന്റെ മേൽത്തട്ടിന്റെ വ്യാസാർത്ഥം ഏതാണ്ട് 450 മീറ്റർ ഉണ്ടെന്ന്. 1.5 ഹെക്ടർ സ്ഥലത്താണ് ഈ ചെറുവനം പോലെ ഈ ഒരു മരം പടർന്നു പന്തലിച്ച് നിൽക്കുന്നത്. ഈ വൃക്ഷവുമായി ബന്ധപ്പെട്ട് കൊൽക്കത്ത നിവാസികൾ പറയുന്നത് നഗരത്തിന്റെ ഏതു ഭാഗം കുഴിച്ചാലും ഈ പേരാലിന്റെ വേര് കാണാമെന്നാണ്. ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഇതൊരു അതിശയോക്തിയായിട്ട് കാണാം, പക്ഷെ അതിന്റെ ആ ഒരു വലിപ്പം, ആ ഒരു ബൃഹത്തായിട്ടുള്ളൊരു ആകാരമൊക്കെ ഇല്ലേ, അതൊക്കെ സൂചിപ്പിക്കാനായിട്ട് പറയുന്നതാണത്. ഒരു ദൈവിക വൃക്ഷമായും നല്ലൊരു തണൽ വൃക്ഷമായും ഒക്കെ കണക്കാക്കപ്പെടുന്ന പേരാലിന്റെ തടി മറ്റൊരു ആവശ്യത്തിനും, പ്രത്യേകിച്ച് ഫർണിച്ചറിനോ വീട്ടാവശ്യത്തിനോ മരപ്പണികൾക്കൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. കാതലിന് ഒരു ഇളം വെള്ള നിറമാണ് ശരിക്കും ഉള്ളത്. പക്ഷെ ഇത് പണി ആവശ്യത്തിന് ഉപയോഗിക്കാത്തത് കൊണ്ട് പലർക്കും അത് അറിയില്ല എന്ന് മാത്രം. അതുകൂടാതെ തൊലി, വേര്, ഇല, അതിന്റെ കായ്കൾ എന്നിവയ്ക്കൊക്കെ ഔഷധ ഗുണമുണ്ട്. ആയുർവേദ ഔഷധങ്ങളിൽ ചില കഷായക്കൂട്ടുകളിലൊക്കെ ഇത് ഉപയോഗിക്കപ്പെടാറുമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വിശേഷം, പേരാലിന്റെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.